ആയിട്ടാണ് പ്രേക്ഷകർ കാണുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമ ഇത് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മളെപ്പോലത്തെ എല്ലാ ഓൺലൈൻകാരും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സിനിമ ഇത് തന്നെയാണെന്ന് ഞാൻ പറയും. അത്ര ഫീൽ ഉള്ളൊരു സിനിമ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാതെ വേറൊന്നുമല്ല. പടം കണ്ടിട്ട് ഇപ്പോൾ ഇതിലൊക്കെ പോയി കരഞ്ഞിട്ടാണ് വന്നത്. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ആയിട്ട് ഇങ്ങനെയാണ് പല ആൾക്കാരും ഇറങ്ങി വരുന്നത്. അതെ അതെ, അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മുടെ കൂടെ സിനിമ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് നേരം നമുക്കുള്ളിൽ തോന്നലുകൾ ഉണ്ടാവും, ആ കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കും. അത്തരത്തിലുള്ള സിനിമയാണ്. കുറേ ആയില്ലേ നമുക്ക് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട്. നമ്മൾ സിനിമ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ പോകുമ്പോഴും പല കഥാപാത്രങ്ങളും നമ്മളെ ഉള്ളിലുണ്ടാവുന്ന സിനിമകൾ കുറേ ആയി മലയാളത്തിൽ വന്നിട്ട്. അതുപോലത്തെ ഒരു സിനിമയാണ്. കഥാപാത്രം ചെയ്യാൻ എന്തോരം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ വളരെ റയറായിട്ട് നമുക്ക് കിട്ടുന്ന, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് കുറച്ച് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അതൊരു മാനസികാവസ്ഥയാണ് ഒരു കഥാപാത്രത്തിൻ്റെ. അതൊരു ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു കഥാപാത്രമാണ്. സ്നേഹമുണ്ട്, കരുണയുണ്ട്, ദേഷ്യമുണ്ട്, ഫ്രസ്ട്രേഷനുണ്ട്, ഇറിറ്റേഷനുണ്ട്, ഒരു നിസ്സഹാവസ്ഥയുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അവരും ഒരുപാട് ഒരുപാട് നോക്കിയിട്ടാണ്, ഒരുപാട് പേര് ചിന്തിച്ചിട്ടാണ് എന്നിലേക്ക് എത്തിയത്. അതെനിക്ക് ചെയ്യാൻ നന്നായി പറ്റിയെന്ന് സന്തോഷമുണ്ട്. താങ്ക് യു. നല്ല കാര്യം, സന്തോഷിച്ചൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സ് നൊന്താൽ നല്ലൊരു സിനിമ, നല്ലൊരു സന്ദേശത്തോടു കൂടെ വരുന്ന ഒരു സിനിമ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുടുംബചിത്രമാണ്. നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം കിട്ടിയൊരു നല്ലൊരു കുടുംബചിത്രമാണ്. തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ നല്ല ഡയറക്ഷനും കവിപ്രസാദ് സാറിൻ്റെ സ്ക്രിപ്റ്റും ക്യാമറ നല്ല ഗാനങ്ങൾ എല്ലാം ഉണ്ട്. നമ്മളെ കണ്ണ് നിറയ്ക്കുന്ന ഒരു ചിത്രമാണെങ്കിലും നല്ലൊരു ഹാപ്പിയാണ്, നല്ല ക്ലൈമാക്സ് ആണ്. വളരെ ഇമോഷണൽ ടച്ചിങ് ഒരു മദേഴ്സിന്റെ ഒരു സിറ്റി ഫാമിലി ആയിട്ടാണല്ലേ വന്നത്? അതെ. ഓക്കെ, മോനെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണോ? നല്ല സിനിമയാണ്. എങ്ങനെയുണ്ട് ചേച്ചി? അമ്മ എന്നുള്ള ആ ഒരു പദത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഫിലിം. ശരിക്കും കാണേണ്ട ഒരു ഫിലിമാണ്. ചെറിയൊരു ഡ്യൂറേഷൻ ആണെങ്കിൽ നല്ല ഫിലിം. ശരിക്കും ഈ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞ ഇറങ്ങി വരുന്ന ആ ഒരു, നമ്മൾ ഓരോ മൊമെൻറ്റും എക്സൈറ്റഡ് ആണ് അടുത്ത് എന്താ സംഭവിക്കുക എന്നുള്ളൊരു നല്ല ഫിലിം. നല്ല സിനിമയാണ്, ശരിക്കും നല്ല സിനിമയാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ എന്താ ഒരു ത്രില്ലർ മൂഡിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും അതിൽ ഫാമിലി ബോണ്ടിങ്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വരുന്നുണ്ട്. ഒരു നല്ല അമ്മയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടാൽ ഹാപ്പിയാണ്.